Welcome back to Journalist Media, again not for a review but for my opinion about a movie Sooshma Darshini, which directed by MC Jitin. ആദ്യം പറഞ്ഞു തുടങ്ങാറുള്ളതിൽ പ്രധാന വേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും, പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റൈറ്റേഴ്സ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കിടിലമായിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതുൽ, അതേപോലെ ലിബിൻ, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള MC ജിതിൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പേരും കൊടുത്തിട്ടുള്ള എഫേർട്ട്, ആ സ്ക്രിപ്റ്റിന് കൊടുത്തിട്ടുള്ള എഫേർട്ട്, ആ ക്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന രീതി കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫ്, നസ്രിയ, പിന്നെ അതേപോലെ കോട്ടയം രമേശ്, പിന്നെ മനോഹരി ജോയി, പിന്നെ അതേപോലെ എടുത്തു പറയാനാണെങ്കിൽ അത് അഖില. എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ചെറിയ ഒറ്റ സീനിൽ വരുന്ന ഇതോട്ട് മെയിൻ ലീഡിൽ വന്ന് ചെയ്തിരിക്കുന്നവർ വരെ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ അവരുടെ ക്യാരക്ടറിനുള്ള ആ ഒരു ഡെപ്ത് ആ ഫിലിമിൽ മൊത്തമായിട്ട് ഓരോരുത്തർ ചെയ്തു വെച്ചിരിക്കുന്നതിലും കിട്ടുന്നുണ്ട്. അത്ര നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ഒരു ക്യാരക്ടർ അതും നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. തുടക്കത്തിലിങ്ങനെ സ്ലോ പേസിലിങ്ങനെ പോയി, പിന്നെ പോകും തോറും ഇങ്ങനെ ടൈറ്റായിട്ട് വരുമ്പോഴത്തേനും അവസാനമാകുമ്പോഴത്തേനും അതൊരു പീക്ക് ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിലുള്ള ത്രില്ലർ. നമ്മൾ സാധാരണ ബേസിലിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ ചിരിയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ തുടക്കത്തിലിങ്ങനെ ചിരി പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ചിരി വരുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും അതങ്ങനെ മുറുകി ചിരിയൊന്നുമല്ല, അതങ്ങോട്ട് വേറൊരു തലത്തിലേക്ക് അങ്ങോട്ട് പോകും. നമ്മുടെ കിഷ്കിന്ത കണ്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അങ്ങനെ ഒരു ത്രില്ലർ ലെവലിലേക്കാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ബേസിലിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. ബേസിൽ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ള, ഇപ്രാവശ്യം അഭിനയിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം ഒരുവിധം നല്ല കളക്ഷൻ നേടി, നല്ല അഭിപ്രായങ്ങൾ കിട്ടി, അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള പടങ്ങളാണ്. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോ പേസിൽ തുടങ്ങി, അപ്പോൾ കഥ ടൈറ്റായി അവസാനം ആകുമ്പോഴത്തേന് പിടിച്ചിരുത്തുന്ന തരത്തിൽ എത്തി നിൽക്കും. ആ ഒരു രീതിയിലാണ് കൊണ്ടുവരുന്നത്. മൊത്തത്തിൽ ഇവിടെ എനിക്കിഷ്ടമായി. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. കണ്ടവരവരുടെ അഭിപ്രായം കമൻ്റായിട്ട് താഴെ കൊടുക്കാം. കാണാത്തവർക്കത് ഉപകാരമായിരിക്കും. കാണാത്തവരത് കാണണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.